ദൈവത്തിൻ്റെ അതിപരിശുദ്ധ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. കർത്താവിൽ പ്രിയരെ, നമ്മുടെ പേരും ജീവപുസ്തകത്തിൽ എഴുതിയിരിക്കുന്നു എന്ന സന്തോഷ വാർത്ത ഞാനിന്ന് നിങ്ങളെ ഓർമ്മിപ്പിക്കുന്നു. ജീവപുസ്തകത്തിൽ പേരെഴുതപ്പെടുക എന്ന മഹത്തായ കർമ്മം കേവലം ഒരു നിയമപരമായ പ്രക്രിയയല്ല, മറിച്ച് ദൈവവുമായുള്ള ഒരു വ്യക്തിപരമായ ബന്ധത്തിൻ്റെ തുടക്കവും നിത്യജീവങ്കിലേക്കുള്ള വിളിയുമാണ്. മാമോദിസായാണ് ദൈവരാജ്യ പൗരത്വത്തിൻ്റെ ആരംഭം. ഒരു വിശ്വാസി മാമോദിസ സ്വീകരിക്കുമ്പോൾ സ്നാനാർത്ഥി കേവലം ലോകത്തിലെ ഒരു സഭാംഗമായി മാറുക മാത്രമല്ല, ക്രിസ്തുവിൻ്റെ ശരീരവും യഥാർത്ഥ സഭയുമായ ദൈവരാജ്യത്തിൻ്റെ അവകാശിയായി മാറുകയാണ്. അങ്ങനെ ദൈവത്തിൻ്റെ സ്നേഹം ലഭിച്ച് അതിലൂടെ ദൈവരാജ്യത്തിൻ്റെ അഥവാ സ്വർഗരാജ്യ പൗരത്വം പ്രാപിക്കുകയും അതോടൊപ്പം ജീവപുസ്തകത്തിൽ അവരുടെ പേരെഴുതപ്പെടുകയും ചെയ്യുന്ന രക്ഷയുടെ ആദ്യപടിയാണ് മാമോദീസയിൽ കൂടെ നടക്കുന്നത്. എബ്രായ ലേഖനം 12-ാം അധ്യായം 22-23 തിരുവചനങ്ങൾ പറയുന്നു: സ്നാനത്തിലൂടെ വിശ്വാസികൾ സ്വർഗത്തിൽ പേരെഴുതപ്പെട്ട ആദ്യജാതന്മാരുടെ സഭയിലും പങ്കാളികളാകുന്നു. ദൈവജനത്തിൻ്റെ അഥവാ പീപ്പിൾ ഓഫ് ഗോഡ് ഭാഗമായി മാറുന്ന പ്രക്രിയയാണിത്. അങ്ങനെ ജനം ദൈവജനമായി രൂപാന്തരപ്പെട്ട് ദൈവരാജ്യവാസികളാകുന്നു. ദൈവത്തിൻ്റെ സ്വന്തം ജനം എന്നതിന് ചൂസൺ പീപ്പിൾ എന്ന അർത്ഥമാണ് ഇതിനുള്ളത്. നിങ്ങളെന്നെ തിരഞ്ഞെടുത്തു എന്നല്ല, ഞാൻ നിങ്ങളെ തിരഞ്ഞെടുത്തു എന്ന് യേശു ശിഷ്യന്മാരോട് വിശുദ്ധ യോഹന്നാന്റെ സുവിശേഷം 15-ാം അധ്യായം 16-ാം തിരുവചനത്തിൽ കൂടി വെളിപ്പെടുത്തിയിരിക്കുന്നത് നാം വെറും ഭക്തരാകാതെ ശിഷ്യരാകുവാനും അതിലൂടെ ദൈവജനം എന്ന പദവിയിൽ നിന്നും ചൂസൺ പീപ്പിൾ അഥവാ തിരഞ്ഞെടുക്കപ്പെട്ടവർ എന്ന വലിയ പദവിയിലേക്ക് ഉയർന്നുകൊണ്ട് ക്രിസ്തുവിൻ്റെ ശരീരമായ സഭയിൽ എല്ലാവരും തങ്ങളുടേതായ ശുശ്രൂഷകൾ നിർവഹിക്കുവാൻ ഓർമ്മിപ്പിക്കുന്നു. ചിലരെ അപ്പോസ്തലന്മാരായും, ചിലരെ പ്രവാചകന്മാരായും, ചിലരെ സുവിശേഷകന്മാരായും, ചിലരെ ഇടയന്മാരായും ഉപദേഷ്ടാക്കന്മാരായും കർത്താവ് നിയമിച്ചിരിക്കുന്നു. ഈ ശുശ്രൂഷകളെല്ലാം വിശുദ്ധന്മാരുടെ യഥാസ്ഥാനത്തിനായും ക്രിസ്തുവിൻ്റെ ശരീരത്തിൻ്റെ ആത്മീയ വർധനയ്ക്കും വേണ്ടിയാണ്. ക്രിസ്തുവിനോടൊപ്പമുള്ള നിത്യജീവൻ എന്ന ഏക പ്രത്യാശ ജീവിതത്തിനും ഉതകുന്നതാകിയാൽ നിങ്ങളെ വിളിച്ചിരിക്കുന്ന വിളിക്ക് യോഗ്യമാവണ്ണം പൂർണ്ണ വിനയത്തോടും സൗമ്യതയോടും ദീർഘക്ഷമയോടും കൂടെ നടക്കുകയും സ്നേഹത്തിൽ അന്യോന്യം പൊറുക്കുകയും ആത്മാവിൻ്റെ ഐക്യത സമാധാന ബന്ധനത്തിൽ കാക്കുകയും ചെയ്തുകൊണ്ട് തെറ്റായ ഉപദേശത്തിൻ്റെ ഓരോ കാറ്റിനാൽ അലഞ്ഞുഴലുന്ന ശിശുക്കളായിരിക്കാതെ സ്നേഹത്തിൽ സത്യം സംസാരിച്ചുകൊണ്ട് ക്രിസ്തു എന്ന തലയോളം സകലത്തിലും വളരുവാൻ ശ്രദ്ധിക്കുക എന്ന് എഫേസ്യ ലേഖനം 4-ാം അധ്യായത്തിൽ കൂടി അപ്പോസ്തലൻ ദൈവരാജ്യ പൗരത്വമുള്ള ജീവപുസ്തകത്തിൽ പേരെഴുതപ്പെട്ട നമ്മെ ഓർമ്മിപ്പിക്കുന്നത് വളരെ പ്രാധാന്യത്തോടെ സ്വീകരിച്ച് ഗ്രഹിച്ച് ജീവിക്കേണ്ടതാണ്. നിങ്ങളുടെ പേർ സ്വർഗത്തിൽ എഴുതിയിരിക്കുന്നതിലത്രേ സന്തോഷിപ്പീനെന്ന ലൂക്കോസിൻ്റെ സുവിശേഷം 10-ാം അധ്യായം 20-ാം തിരുവചനത്തിലെ കർത്താവിൻ്റെ വചനം ഭൂതങ്ങളെ പുറത്താക്കുന്ന അമാനുഷികമായ സിദ്ധികളോ അത്ഭുത പ്രവൃത്തികളിലോ അല്ല, മറിച്ച് ദൈവവുമായുള്ള ഐക്യത്തിലാണ്, അഥവാ കമ്മ്യൂണിയൻ, ഒരു വിശ്വാസിയുടെ യഥാർത്ഥ സന്തോഷം ഇരിക്കുന്നതെന്ന് പഠിപ്പിക്കുന്നു. ഇത് ദൈവത്തിൻ്റെ പരമാധികാരത്തിലുള്ള വിശ്വാസത്തെയും അവിടുന്ന് നമ്മെ വ്യക്തിപരമായി അറിഞ്ഞിരിക്കുന്നു എന്ന ബോധ്യത്തെയുമാണ് കാണിക്കുന്നത്. ദൈവവുമായുള്ള ഐക്യം, ഹോളി കമ്മ്യൂണിയൻ ആയ വിശുദ്ധ കുർബാനയിലൂടെ, ദൈവവചന പാരായണത്തിലൂടെ, നിരന്തരമായ ദൈവസംസർഗമായ പ്രാർത്ഥനയിലൂടെ, എളിയവർക്ക് നൽകുന്ന കാരുണ്യ പ്രവർത്തികളിലൂടെ ദൈവവുമായിട്ടുള്ള ഐക്യം നിരന്തരം ഉറപ്പിച്ചുകൊണ്ട് ആത്മീയ യാത്ര വിശുദ്ധമായി തുടരുമ്പോൾ മാമോദിസയേറ്റ വിശ്വാസിയുടെ പേര്
സ്വർഗത്തിൽ എഴുതിയിരിക്കുന്നത് നിലനിർത്തപ്പെടുകയും ദൈവവുമായുള്ള ഐക്യത്തിലുണ്ടാകുന്ന പരിശുദ്ധാത്മ സന്തോഷം ക്രിസ്തീയ ജീവിതത്തിലൂടെ ഓരോരുത്തർക്കും അനുഭവിക്കുവാൻ സാധിക്കുകയും ചെയ്യും. ഇതിലൂടെ രോഗവിമുക്തി അഥവാ നാം സൗഖ്യം പ്രാപിക്കും. ആശ്വാസ സ്ഥലങ്ങൾ തേടി അലയേണ്ടി വരാതെ ദൈവവുമായുള്ള ബന്ധം വിശുദ്ധവും ദൃഢവുമാക്കിക്കൊണ്ട് മാമോദിസായിലൂടെ ലഭിച്ച ദൈവരാജ്യ പൗരത്വവും ജീവൻ്റെ പുസ്തകത്തിൽ എഴുതപ്പെട്ട പേരും നിലനിർത്തുവാനും നമുക്കിടയാകും. അതിനായി ശുദ്ധതയോടെ ഒരുങ്ങുക. ദൈവനാമം മഹത്വപ്പെടട്ടെ. ആമീൻ.